എന്നിട്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമാണ്, എന്ത് തന്നെ മുജാഹിദുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഓലെ കാഫിറാക്കിയിട്ടില്ല. കേട്ടോ, വിഷയത്തിൽ തർക്കമുണ്ട്. ഇത്രയെല്ലാം സാധാരണക്കാരൻ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം ഒറ്റ കാര്യം, ഇത്രയെല്ലാം തർക്കം ഉണ്ടായിട്ട് ഇതുവരെ ഒരു മുജാഹിദുകാരനെ പറ്റി നമ്മൾ ഇതുവരെ കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കുറിച്ച് നമ്മൾ കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു മുജാഹിദുകാരനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല. അവരടുത്ത് എന്തെല്ലോ തെറ്റുകളുണ്ട്, മോനെ മടങ്ങണം, ഇതാ നിങ്ങൾക്ക് ഇന്നതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി തരാന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കലുണ്ട്. ഇതുവരെ ഞങ്ങൾ കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തെ സമസ്തക്കാർ ഇതുവരെ കാഫിറാക്കിയിട്ടില്ല. വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹം ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കണത്? നിങ്ങൾ എഴുതിയ ആളുകളുടെ ലേഖനങ്ങളെങ്കിലും കേരളത്തിൽ നടക്കുന്ന ഇന്നത്തെ ആദർശ വ്യതിയാന കക്ഷികൾക്കിടയിലുള്ള തർക്കവിതർക്കെങ്കിലും പഠിച്ചിട്ട് പോരായിരുന്നോ? ബഹുമാനനായ ജ്യേഷ്ഠ സഹോദര, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുവിടാൻ. ഇതേ കാര്യം ആരും പറഞ്ഞു? മുജാഹിദുകളെ ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്നുള്ള അതേ കാര്യം ആരും പറഞ്ഞു? കക്കുപ്പടി മുസ്ലിയാരും പറഞ്ഞു. അതുകൂടി ഒന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. കാഫിർ എന്ന് പറഞ്ഞിട്ടില്ല, മുശ്രിക് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങളിൽ വ്യതിചലിച്ചു പോയി. കേട്ടില്ലേ? മുജാഹിദുകളെ നമ്മൾ ഒരിക്കലും കാഫിറും മുശ്രിക്കും ആക്കിയിട്ടില്ല. അവർ ബിദ്അികളാണ്, പുത്തൻവാദികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കാഫിറാക്കിയിട്ടില്ല എന്ന് അഷ്റഫി കക്കുപ്പടിയും പറഞ്ഞു. അല്ലേ? ഇവര് എന്തിലേക്കാണ് ഈ സംസാരം കൊണ്ടുപോകുന്നറിയോ? കേരളത്തിൽ ഇപ്പോൾ ഒരു വിവാദ ക്ലിപ്പ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, അല്ലേ? ചുഴലി എന്ന് പറയുന്ന ചുഴലി മൗലവിയുടെ ചില ക്ലിപ്പുകളാണത്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളെ ഈ വിസ്റ്റം കൂട്ടായ്മ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അതിരുവിട്ട ചില പ്രയോഗങ്ങളാണ്. ഈ നാട്ടിലുള്ള അഹ്ലുൽ ഖിബ്ലയുടെ ആളുകളെ മുശ്രിക് എന്നുള്ള പേര് വിളിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി ചില ഷർത്തുകൾ കൊണ്ട് ഒരാളെ മുശ്രിക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ, കാഫിർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞ പ്രയോഗം തെറ്റാണ്. അതിനെ ഏറ്റുപിടിച്ചിട്ട് ഇവിടുത്തെ വിസ്തം വിഭാഗത്തിന്റെ തലയിലേക്ക് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ വരേണ്ടതില്ല എന്ന് സ്നേഹത്തോടു കൂടി ഞാൻ ഉണർത്തുകയാണ്. ഇനി ഈ ചുഴലി മൗലവിയെ കൊണ്ടു നടക്കാറുള്ളത് ഇവിടുത്തെ KNM-ലെ നേതാക്കന്മാരും ആ വിഭാഗവുമാണ്. ആ വിഭാഗത്തിലെ ജംഇയ്യത്തുൽ ഉലമയിലെ അറിയപ്പെട്ട പണ്ഡിതൻ തന്നെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന്. അതുകൂടി പറഞ്ഞ പിന്നെ തീരുമാനമായല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുകയുണ്ടായി, മുജാഹിദ് പ്രസ്ഥാനവുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത, കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി, കേരള ജമിയത്തുൽ ഉലമയുടെ അംഗമല്ല ചുഴലി അബ്ദുള്ള മൗലവി, അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ വന്ന ഭാഗം അതെടുത്ത് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്? മുജാഹിദുകൾ മാപ്പ് പറയേണ്ടതുണ്ട്. മുജാഹിദുകൾ ഇതാ എല്ലാവരെയും കാഫിറുകളാക്കിയിരിക്കുന്നു, മുശ്രിക്കുകളാക്കിയിരിക്കുന്നു, നിലപാട് വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം നിലപാട് പറയണം എന്ന് ഈ ആളുകൾ ആവശ്യപ്പെടാൻ കാരണം? അവർക്ക് തന്നെ അറിയാം ഇദ്ദേഹം പറഞ്ഞതല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം. KNM-ന്റെ വേദികളിലാണ് സാധാരണ അദ്ദേഹം സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടായ്മക്ക് ആ വിഭാഗവുമായി ആദർശപരമായിട്ടൊരു ബന്ധവുമില്ല എന്നുകൂടി ഇവിടെയുള്ള സമസ്തക്കാരോടും മുസ്ലിയാക്കന്മാരോടും ഞങ്ങൾ ഉണർത്തുകയാണ്. ഞങ്ങളെ നിലപാടെന്താന്ന് ഈ മുസ്ലിയാരനെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോളി. പിന്നെ തീർന്നല്ലോ. ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഇത്ര കാലം ഞങ്ങ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞങ്ങല്ല നിങ്ങളെ കാഫിർ എന്ന് പറഞ്ഞത്, അത് ചുഴലി മൗലവിയാണ്, അത് നമ്മളെ പാർട്ടിയല്ല. കേട്ടില്ലേ? അത് അവിടെ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ പറയും അത്തയ്യാത്തിന് ഉള്ളു പോകാൻ, അല്ലെ? എന്തിനാണോ അവർ പരിപാടി വെച്ചത്? മുജാഹിദുകളെ മുഴുവൻ പ്രതിക്കൂട്ടിൽ കയറ്റാനാണ്. എന്തായാലും ആ വാദത്തോട് നമുക്ക് യോജിപ്പില്ല. നോക്ക് നിങ്ങള്. അപ്പൊ ഇവര് കാഫിറും മുശ്രിക്കും ആക്കി എന്ന് പറഞ്ഞിട്ട് ഈ തുള്ളിച്ചാടി നടക്കാനും ഈ ക്യാമ്പയിനുമായിട്ട് ഇറങ്ങാനും കക്കുപ്പടി മുസ്ലിയാരുടെ ടീമിന് അവകാശമുണ്ടോ? വളരെ മാന്യമായ ചോദ്യം. അവകാശമുണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാം, 1994 മാർച്ച് 24 സുന്നി വേദി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്. ആ പുസ്തകത്തിൽ നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് എന്താ പറഞ്ഞത് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം എന്താ പറഞ്ഞത്? കക്കുപ്പടിയും എന്താ പറഞ്ഞത്? ഞങ്ങൾ മുശ്രിക്കാക്കിയിട്ടില്ല, കാഫിറാക്കിയിട്ടില്ല എന്നല്ലേ? ഞങ്ങൾ കാഫിറാക്കിയിട്ടുണ്ട്, നിങ്ങൾ മുശ്രിക്കാക്കിയിട്ടുണ്ട്. ഏതാ പുസ്തകം?
നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന സുന്നി വേദി എന്താ അതിൽ പറയുന്നത്? വഹാബികളും മൗദൂദികളും ഖാദിയാന്മാരും അറുത്ത സാധനങ്ങളെ നാം തിന്നാൻ പാടില്ലാത്തതാണ്. അതുപോലെ അവരോട് സലാം ചൊല്ലുവാനോ സലാം ചൊല്ലിയാൽ മടക്കുവാനോ പാടില്ല. ഇനി കേൾക്കണേ, വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. ചെറിയ കാഫറൊന്നല്ല, അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളാണ് ആരെ? മുജാഹിദുകളും മൗദൂദികളും. മുസ്ലിയാർ പറഞ്ഞ എന്താണ്? ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല, ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ. ഇനി മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മാത്രല്ല ഈ കേരളത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണല്ലോ അല്ലെ, കേരളത്തിൽ ഇന്ന് വലിയ കറാമത്തുകൾ പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് CM മടവൂർ. CM മടവൂർ നമുക്കിടയിലെ ഒരു മാനസിക രോഗിയുള്ളൂ, അവർക്കിടയിൽ ഭ്രാന്തന്മാരിലെ ബുദ്ധിമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭ്രാന്തന്മാരുടെ ബുദ്ധിമാൻ. ആ ഭ്രാന്തന്മാരിൽപ്പെട്ട ബുദ്ധിമാനായ CM മടവൂര് നമ്മളെ കാഫറാക്കിയിട്ടില്ലേ? EK സമസ്തയുടെ EK എന്ന് പറയുന്ന EK സമസ്തയുടെ നേതാവിന്റെ ശിഷ്യനാണ് മടവൂര്. ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് മടവൂര്. EK-ക്കാർക്കാണ് അവരോട് അദ്ദേഹത്തോട് ബന്ധം. ആ EK-ക്കാരുടെ പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്യുന്ന CM മടവൂർ മുജാഹിദുകളെ കാഫറാക്കിയിട്ടില്ലേ? കേട്ടോളൂ, നിങ്ങൾ ക്ലിപ്പ് കേട്ടോളൂ. പേരോട് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ ആലമിന്റെ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ്, അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാൾക്കുടെ നാവിന്റെ പ്രസ്താവനയാണ്. കേട്ടില്ലേ? CM മടവൂര് പറഞ്ഞു ഇത്രയെന്ത്? അതെ, മുജാഹിദുകൾ കാഫിറാണ്, ഇന്ന ആള് കാഫിറാണ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ ഇത് കേൾക്കുമ്പോ ആളുകൾ വിചാരിക്കും അതപ്പോ മുജാഹിദുകളല്ലേ കാഫിറാക്കിയത്, അതിന് സങ്കടപ്പെടേണ്ട ആവശ്യമല്ല. എന്നാലേ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെ കാഫിറാക്കിക്കണം. ഞങ്ങൾ ആരെയും കാഫിറാക്കലില്ല, ഞങ്ങൾ ആരെയും മുശ്രിക്കാക്കലില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പണ്ഡിതനായിരുന്നു, സമസ്തയുടെ നേതാവും അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനത്തിന്റെ വലിയ കമ്മിറ്റിയിലെ അംഗവുമായിരുന്നു. ആരെ? അതെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. KV മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹത്തെ കാഫറാക്കിയ ഒരു രേഖയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫറുമായിട്ടുണ്ട് എന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിപ്പിച്ചു. അപ്പൊ എന്താ KVയെ കുറിച്ച് പറഞ്ഞത്? EK ശംസുൽ ഉലമ KVയെ കുറിച്ച് പറഞ്ഞ എന്താ? ഓല വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്റെ പേരില് KV എന്ന് പറയുന്ന വ്യക്തി മുർത്തദ്ദും കാഫറുമായിട്ടുണ്ട്. കക്കുപ്പടി മുസ്ലിയാർ ഇവിടെ വന്ന് പറഞ്ഞ എന്താ? ഞങ്ങൾ ആരെയും കാഫറാക്കലില്ല. അതിന്റെ മുമ്പ് സംസാരിച്ച മുസ്ലിയാർ പറഞ്ഞ എന്താ? ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരെയും കാഫറാക്കലില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് കൈയൊഴിയാൻ കഴിയോ? അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട KVയെ വരെ നിങ്ങൾ മുശ്രിക്കും കാഫറുമാക്കിയിട്ടില്ലേ? അതേ KVയുടെ പിറകിൽ പിന്നീട് നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലേ? ചോദിക്കലില്ലേ? മുജാഹിദുകളെ കാഫറും മുശ്രിക്കുമാക്കുന്ന ഞങ്ങളെ പള്ളിയിൽ വന്ന് നിങ്ങൾ നിസ്കരിക്കലില്ലേ? അതുപോലെ തന്നെ ഞങ്ങളെ കുട്ടികളെ നിങ്ങൾ കെട്ടലില്ലേ? ഞങ്ങൾ അർത്ഥ നിങ്ങൾ തിന്നലില്ലേ? എങ്കിൽ KVയെ മുശ്രിക്കാക്കിയ നിങ്ങള് ആ KVന്റെ ബേക്കിൽ അതേ മുശാവറ യോഗത്തിന് ശേഷം നിസ്കരിച്ചിട്ടില്ലേ? ആ KVയെ വീണ്ടും നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടില്ലേ? അപ്പൊ അത് ഏത് വകുപ്പിലാ? അതേ വകുപ്പിൽ തന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് തൽക്കാലങ്ങൾ മനസ്സിലാക്കുക. ഇനി പോയി എന്താന്ന് ചോദിച്ചാലേ, ഞങ്ങൾ മുസ്ലിങ്ങളല്ലാന്ന് വരെ ഞങ്ങളെ നേതാക്കന്മാർ പറഞ്ഞിരിക്കണേ. കേട്ടോ നിങ്ങള്? ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളില്ലെന്ന്. ആരാ പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണെന്ന്? അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നമസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരു ഇടപാടിലും നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവര് വേറെ നമ്മൾ വേറെ. കേട്ടില്ലേ? മുജാഹിദുകൾ മുസ്ലിങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അവർ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കരുത്. ഈ സഹോദരനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കരുതല്ലേ?
കാരണം ഈ ശിർക്കും കുഫറുമായിട്ട് നടക്കണം, നിങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം എന്ന് സ്നേഹത്തോടു കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. ഇനി മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു തലയും വാലില്ലാത്ത അല്ലെ, എല്ലാ തുമ്പവല വാല എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ മുസ്ലിയാരാണെന്ന് വിചാരിക്കാം. എന്നാ വലിയ ഉസ്താദ് പറഞ്ഞാലോ, വലിയ ഉസ്താദ് നമ്മളെ കുറിച്ച് പറഞ്ഞ നമ്മളെ മുസ്ലിങ്ങളെ അല്ലാന്ന് കേട്ടോക്ക്. മദ്രസയിൽ പഠിപ്പിക്കുന്ന മുജാഹിദുകൾ ഇപ്പോ അവര് പേരച്ച മുജാഹിദുൽ ഇസ്ലാം എന്നാണ്. അരീക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ്, പയമാട്ടുമ്പൽ വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത്. മുജാഹിദ് പല പേരുണ്ട്, സലഫീദ് പേര് അവരിട്ട് അത് പറ്റൂല, അവരെന്നെ കൂട്ടത്തിൽ തർക്കമായി. പിന്നെ ഇസ്ലായി പേര് നോക്കി, അത് അവരെ കൂട്ടത്തിൽ തർക്കമായി. അങ്ങനെ തർക്കം തീർന്നിട്ട് അവസാനം അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് മുജാഹിദുൽ ഇസ്ലാം. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ, ഇസ്ലാമിനോടുള്ള യുദ്ധമല്ലേ നിങ്ങൾ ആലോചിച്ചത്. എൻ്റെ കാറിലുണ്ട്, ഇപ്പൊ ഞാനത് കാണിച്ചരാം, ആർക്കും സംശയം ഉണ്ടെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരിച്ചുപോയി എന്താ പറയുന്നത്. അങ്ങനെ പറയുന്നത് നബിക്ക് സാധാരണക്കാരെ പോലെ തന്നെ മരിക്കാമെങ്കിൽ ആ നബി സാധാരണ മനുഷ്യരായി ജനിച്ചു, സാധാരണ മനുഷ്യരായി ജീവിച്ചു, സാധാരണ മനുഷ്യരായി മരിച്ചു. അതിൻ്റെ ശേഷം ആ നബിയുടെ ശരീരം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ട് നാറി ദ്രവിച്ച് മണത്ത് ജനങ്ങൾക്ക് വിഷമമായി പോകും എന്ന കാരണം കൊണ്ടാണ് മറവ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടത്. മറവ് ചെയ്തത്, അല്ലെങ്കിൽ മറവ് ചെയ്യൂലായിരുന്നു, പിന്നെന്തിനാ മറവ് ചെയ്ത് എന്ന് അവര് ചോദിക്കണം. അവരെന്ന് പറയാൻ അവർ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ട് ഒരു കൂട്ടര് ഉണ്ട്. അവരെ പ്രബോധനത്തിലും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിമുകളെ അല്ല. അല്ലാഹു അക്ബർ. കണ്ട മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ അല്ല എന്ന് പറഞ്ഞപ്പോ അതിനും കൗമ തക്ബീർ വിളിച്ചു. അപ്പോ ഇവിടെ വന്നിട്ട് മുജാഹിദുകൾ ഞങ്ങളെ കാഫിറാക്കി, മുജാഹിദുകൾ ഞങ്ങളെ മുശ്രിക്കാക്കി, ഞങ്ങളാരും തിരിച്ചത് ചെയ്തിട്ടില്ല എന്നൊക്കെ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? ഞങ്ങളൊന്നും ഈ ലോകത്തല്ല നിങ്ങൾ വിചാരിച്ചോ? അല്ല മുസ്തഫ അഷ്റഫി കക്കുപടി ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവരില്ല നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോയത് വായുവിൽ അലിഞ്ഞു പോകുമെന്ന് വിചാരിച്ചോ? നിങ്ങളെ വലിയ ഉസ്താദന്മാരും നിങ്ങൾ പരസ്പരം കാഫറും മുശ്രിക്കുമാക്കിയതും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ കേൾപ്പിച്ചത്. പറഞ്ഞു നിങ്ങൾ എവിടെ എത്തിയറിയോ? ഒരു മുസ്ലിം പറയണൊക്കെ മുജാഹിദിനെ അടുപ്പിക്കരുത്. വരട്ടെ, അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം വാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പുരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് അവൻ വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആലിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. അവർ മരിച്ചാൽ കാണുക പോലും ചെയ്യരുത്, രോഗികളായാൽ സന്ദർശിക്കരുത്. നമ്മൾ മരിച്ചാൽ വീട്ടിലേക്ക് വന്നാൽ പുറത്ത് വരും മെല്ലെ കപ്പന മാതിരി പൂച്ച സന്യാസി അയച്ചു വരും നമ്മളെ പരിക്ക്. നമ്മളെ പോലെ ആരെങ്കിലും മരിച്ചാൽ മെല്ലെ വരും. എന്തിനാണ് ഇവിടെ വരുന്നത്? പുറത്ത് ഗെറ്റ് ഔട്ട് എന്ന് പറയണം സഹോദര. അതിന്റെ ധൈര്യം കാണിക്കണം നമ്മൾ. അങ്ങനെ ധൈര്യം കാണിച്ചാൽ ഇവിടെയുള്ള സലഫികൾ അടങ്ങി മൂലക്കിരിക്കും. അവന്റെ ചങ്ങായി പടാക്കിയിട്ട്, അവനെ കച്ചവടത്തിന് പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ട്, അവന്റെ കൂടെ കല്യാണ മാരേജ് ഹാളിൽ പാർട്ട്ണറായിട്ട് സുന്നികളെ കബളിപ്പിക്കാൻ കുറെ ബിസിനസ് ചെയ്യുന്ന ആളുണ്ട്. ഉസ്താദ് അങ്ങനെ നോക്കിയാവൂട, ബിസിനസ് അല്ലേ? ബിസിനസ് ഹലാലാകണ്ടേ? ഹലാലായ സമ്പത്ത് കിട്ടണ്ടേ? ആദ്യമത്ത് നന്നായിട്ട് മരിക്കണ്ടേ? ബിസിനസ് ആയാലും കച്ചവടമായാലും എന്ത് വിഷയങ്ങളായാലും ഒരിക്കലും തബ്ലീഗുകാരോ ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് തീവ്രവാദികളോ ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. ഡേഞ്ചർ വിഭാഗമാണ് അവർ. നായി തൊട്ട കലം പോലെ
മൂലയിൽ കൊണ്ടുപോയി വെക്കണം. അവരൊരു വഴിയിൽ വന്നാൽ നമ്മൾ വഴിവിട്ട് സഞ്ചരിക്കണം. ആ വഴിയിലൂടെ ഞങ്ങൾ നീങ്ങാൻ പാടില്ല. അവനൊരു സലഫി ബസ്സിൽ കയറിയാൽ ആ ബസ്സിൽ നമ്മൾ കയറാൻ പാടില്ല. അത്രയും ഡേഞ്ചർ ഉണ്ട് സഹോദര. അവന്റെ കാറ്റടിച്ചിട്ടാണ് അവന്റെ പള്ളിയിൽ നമ്മൾ പോകാനും പാടില്ല. ശംസുൽ ഉലമ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സമസ്ത 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനായ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പള്ളി ബിൽഡിംഗ് ആണ്. ഇയാൾക്ക് എന്തിന്റെ കേടാ നമുക്ക് മനസ്സിലാവണില്ല. ഈ ഓരിമുക്കിലും ഈ അതുപോലെ തന്നെ ഈ പടന്ത അതുപോലെ തന്നെ ഈ ചെറുവത്തൂർ ഭാഗത്തുള്ള സമസ്തക്കാരും മുജാഹിദീങ്ങളൊന്നും ഇങ്ങനെയല്ല മുസ്ലിയാരെ. നിങ്ങൾ ഈ പറഞ്ഞ വിയോജിപ്പും ആ രൂപത്തിലുള്ള വ്യക്തിവൈരാഗ്യങ്ങളൊന്നും ഇവിടുത്തെ ആൾക്കാർക്കില്ല. ആദർശപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയെങ്കിലും വെള്ളം കൊടുക്കേണ്ടതും വീട്ടിൽ പോകേണ്ടതും അല്ലേ. ഒരു BJP-ക്കാരന്റെ വീട്ടിൽ നിങ്ങൾ പോയിക്കോളി, അല്ലെങ്കിൽ ഓ മരിക്കാൻ കിടക്കുമ്പോ വെള്ളം കൊടുത്തോളി. അല്ലെങ്കിലും BJP-ക്കാരോട് നിങ്ങൾക്ക് നല്ല പത്തിയാണ് നമുക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും ഇങ്ങോട്ട് നടത്തേണ്ടതില്ല. എന്തൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കണ്ട, ഇങ്ങനൊക്കെ വിരോധം വെച്ച് പുലർത്തിയ ഈ ക്ലിപ്സുകളും രേഖകളും ഒക്കെ മുമ്പിലുണ്ടാകുമ്പോ മണ്ണാർക്കാട്ടുനിന്ന് വണ്ടി കയറിയിട്ട് മുസ്തഫ അഷ്റഫി പറയാണ് ഞങ്ങളാരും കാഫറാക്കിയിട്ടില്ല. അതിന്റെ മുമ്പ് പ്രസംഗിച്ച മുസ്ലിയാർ പറഞ്ഞെന്താ, ഞങ്ങളാരും കാഫറാക്കലില്ല, എന്ത് തന്നെയായാലും ഞങ്ങളാരെയും കാഫറാക്കലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോ ഈ കാഫറാക്കൽ ഇവിടെ നിൽക്കുന്നുണ്ടോ? കക്കുപടിയെ ഉണ്ടോ? കാഫറാക്കൽ ഇവിടെ നിൽക്കണില്ല. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട അല്ലേ EK എന്ന് പറയുന്ന പണ്ഡിതനെ ഉള്ളാളം തങ്ങൾ മരിച്ചുപോയി. അദ്ദേഹം EK കാഫറാക്കിയിട്ടില്ലേ? ആ ക്ലിപ്പ് എല്ലാവർക്കും അറിയാം. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ സമർപ്പിക്കുന്നു. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി. ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാപ്പറാക്കി ഉസ്താദ കാപ്പറാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലേ? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്നെ നമുക്ക് ചെയ്യാൻ കിട്ടോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താണ് അങ്ങനെ അങ്ങനെയൊക്കെ കളി കത്തയിൽ നോക്കി ഓരൊക്കെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഞാൻ കാഫറാക്കി. ഞാൻ പറഞ്ഞതെന്ന ഈ മടവൂരുണ്ട് അവര് പറഞ്ഞതാണ്. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോടെല്ലാം പോയിട്ട് പറയണം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് പാൽ സ്വന്തം ഒരാളോടും ഉണ്ടാത്ത കാലാണ്. സലാം ചൊല്ലി സലാം മടക്കി. സലാം മടക്കിയതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു പോകണം. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? എന്തായാലും ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡന്റ് കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു വല്ലാതെ മംഗലാപുരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോ ഓന്റെ വലിയ ശിഷ്യനുണ്ടായി പോയി എന്ന് എനിക്ക് അവന്റെ നാവില്ല. കാരണം ഇവന്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. കേട്ടില്ലേ? ഇത് ഇത്ര സമയമെടുത്ത് കേൾപ്പിച്ചത് എന്തിനാണെന്നറിയോ? ഈ CM മടവൂർ എന്ന് പറയുന്ന വ്യക്തി EKയുടെ ശിഷ്യനാണ്. അപ്പൊ ആ EKയെ കുറിച്ചുകൊണ്ട് CM പറഞ്ഞു അത്ര കഫറ. അപ്പൊ സംഘടനാ വിയോജിപ്പ് കാരണം ഈ ഉള്ളാളത്തങ്ങൾ പറയണത് CM EKയെ കാഫറാക്കി. ഇത് വലിയ വിവാദമായി EKക്കാർ കൊണ്ടുവന്നിരുന്നു. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന പണി നിങ്ങൾക്കാണ്.
അതിന് യഥാർത്ഥ സലഫികൾക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ഒന്നുകൂടെ ഉണർത്തുകയാണ്. ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്ക്. ഈ ഉള്ളാളം തങ്ങള് EK കാഫറാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EK വിഭാഗത്തിൽപ്പെട്ട അതേ ജാറ കമ്മിറ്റി, CM ജാറ കമ്മിറ്റി ഇറക്കിയ ഒരു അനുശോചന കുറിപ്പുണ്ട്. അതെന്താണ്? ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ഉള്ളാൾ ഉറൂസിൽ വെച്ച് കുഞ്ഞിക്കോയ തങ്ങൾ പ്രസ്താവിച്ചത് അങ്ങേയറ്റം വേദനാജനകവും മുസ്ലിം കേരളത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന് മടവൂർ CM വലിയുള്ളാഹി മക്കാം ഷരീഫ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. അപ്പൊ മടവൂർ ജാറ കമ്മിറ്റി എന്ത് ചെയ്തു? ആ വിഷയത്തിൽ സങ്കടം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് കാഫറാക്കിയിട്ടില്ല ഞങ്ങൾ. പറഞ്ഞപ്പോ ഇവിടെ ഇസ്മായിൽ സഖാഫി തോട്ടുമുക്കം ഈ മുസ്തഫ അഷ്റഫിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞെന്താ? അതേ കാന്തപുരത്തിന്റെ ബാക്കിൽ നിസ്കരിക്കാൻ തന്നെ പറ്റൂല എന്നാണ്. അപ്പൊ നിങ്ങളെ മുജാഹിദുകൾ മാത്രല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളുകളെ തന്നെ കാഫറും മുശ്രിക്കും ആക്കിയിട്ടുണ്ട്. നിങ്ങള് പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഇവിടെ സംസാരിച്ച മുസ്ലിയാർ പറഞ്ഞെന്താ? ഞങ്ങളെ ആര് മാത്രമേ ഞങ്ങൾ കാഫറാക്കിയിട്ടുള്ളൂ? അദ്ദേഹം പറയട്ടെ. ഇവിടെ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിച്ച വ്യക്തി പറയട്ടെ. പേരാണ് മുശ്രിക്ക്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതുവരെ ഞങ്ങൾ സുന്നികള് പലരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കാഫിർ എന്ന ഖാദിയാനികളെ കുറിച്ചല്ലാതെ മറ്റൊരാളെ കുറിച്ചും ഞങ്ങൾ പറയാറില്ല. എന്നാൽ ഈ ഖാദിയാനെ കേട്ടില്ലേ? ഖാദിയാനികളെ കുറിച്ചല്ലാതെ ഞങ്ങൾ കാഫിർ എന്ന് പറയാറില്ല. ഇപ്പൊ നമ്മളെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേൾപ്പിച്ചില്ലേ? അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞത് സത്യമാണോ കളവാണോ? പാവപ്പെട്ട എന്റെ ശബ്ദം ശ്രവിക്കുന്ന സമസ്തക്കാരെ നിങ്ങൾ ആലോചിക്ക്. നിങ്ങളെ മുശ്രിക്കും കാഫറും എന്ന് വിളിക്കുന്ന ആളുകളല്ല മുജാഹിദുകൾ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളെ. നിങ്ങൾ ഹക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് ഈ നാട്ടിലെ സമസ്തക്കാരെങ്കില് ഈ പരിപാടി സംഘടിപ്പിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾക്ക് മുശ്രിക്ക് കാഫിർ എന്നുള്ള പേരെടുത്ത് വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടെന്താണ് എന്ന് ബഹുമാനായ ഫൈസൽ മൗലവി സംസാരിക്കുന്നുണ്ട്. അതുകൂടി ഞങ്ങളൊന്ന് കേട്ടോളെ. എന്ന് പറയാനുള്ള അധികാരം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിമും മുഅ്മിനും മുശ്രിക്കും കാഫിറുമായി ഒരാളെ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക. നമുക്കത് അധികാരവുമില്ല. ഇപ്പൊ വ്യക്തമായി നബിതങ്ങൾ പറഞ്ഞ കാര്യമാണ്, നമ്മളും അല്ലാത്തതുള്ള വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ ഫഖദ് കഫറ, അവൻ കുഫറാണ് ചെയ്തത്. ഒരാൾ 10 കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം, അവനെ മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ അവനെ മറമാടണം. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും. കൊന്നാലും ഓനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചു കൊണ്ടുപോയി മറമാടും. അവനെ കൊല്ലും, എന്നിട്ട് അവനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, നിസ്കരിക്കും, കൊണ്ടുപോയി മറമാടും. അപ്പൊ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ, മുശ്രിക് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല. ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും, കോടതി മുമ്പാകെ ഹാജരാക്കും, അയാളെ വിചാരണ ചെയ്യും. എന്നിട്ട് അയാളെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും. ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും, അയാൾ മുസ്ലിക്കാകുന്നു. അങ്ങനെ കോടതി വിധിച്ച ഒരാളെ പറ്റി പിന്നെ നമുക്ക് പറയാം. ഒരാളെ പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെ പറ്റി പറയാം, അയാൾ മുസ്ലിക്കാണ്, അയാൾ കാഫിറാണ്. അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുസ്ലിക്കാണെന്ന് പറയാം. ഈ കാര്യം ശിർക്കാന്ന് പറയാം, ഇക്കാര്യം ശിർക്കാണ്, ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവൻ മുസ്ലിക്കാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ, ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് കേട്ടില്ലേ? ഇതാണ് സഹോദരങ്ങളെ അഹ്ലുസുന്നയുടെ നിലപാട്. അതായത് ഒരു വ്യക്തിയെ അയാളിൽ ശിർക്കുണ്ട് എങ്കിൽ ഇന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ കാര്യത്തെ കുറിച്ച് പറയാം. പക്ഷെ ആ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയെ നോക്കി മുശ്രിക് എന്ന് വിളിക്കാൻ ഒരാൾക്കും അവകാശമില്ല. കാഫിർ എന്ന് വിളിക്കാൻ ഒരാൾ 10 കൊല്ലം നിസ്കരിച്ചില്ലെങ്കിൽ പോലും മൻ തറക്ക സ്വലാ ഫഖദ് കഫറാനാൻ, അത് കുഫറിന്റെ പരിപാടിയാണ്. പക്ഷെ ആ കുഫർ ചെയ്ത ആളെ പോലും കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് പറ്റൂല. അവൻ അത് അഹ്ലുൽ ഖിബ്ലയുടെ ആളാണോ, ഖുർആൻ അംഗീകരിക്കുന്ന ആളാണോ, ഷഹാദത്ത് കലിമ അംഗീകരിക്കുന്ന ആളാണോ എങ്കിൽ
അവൻ അതിൽ കൃത്രിമം കാണിച്ചോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞാലും മുസ്ലിം ഖബർസ്ഥാനിയില മറമാടുക. ആ നിലപാടാണ് ഈ പരിപാടി സംഘടിപ്പിച്ച ആൾക്കാർക്ക് ഓരിമുക്കുള്ള സമസ്തക്കാരുടെ മേലുള്ള നിലപാട്. അല്ലാതെ ഇവിടെ ഇന്ന് ഒച്ചയുണ്ടാക്കിയ മുസ്തഫ അഷ്റഫി കക്കുപ്പടിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വെള്ളം ഇവിടെ വേഗൂല മുസ്ലിയാരെ എന്ന് സാന്ദർഭികമായി ഞങ്ങൾ ഉണർത്തുക. അതെ, ആ വിഷയം ഞാൻ അവിടെ ക്ലോസ് ചെയ്യാണ്.